മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വിമാനത്താവളത്തിന് പുറത്ത് നിരവധി ആളുകൾ ഒത്തുകൂടുന്ന ഒരു സമരം നടത്താൻ അനുവാദം എവിടെയും ലഭിക്കില്ല. അങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. വിമാനത്താവളത്തിന് പുറത്ത് കൂട്ട നമാസ് ഈ പറയുന്നത് പോലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടത്തുക എന്ന് പറഞ്ഞാൽ അതൊട്ടും അനുവദിക്കാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കൊൽക്കത്ത വിമാനത്താവളത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു സമരമാണ് നടത്തുമെന്ന് അവിടുത്തെ ചില മുസ്ലിം സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നത്. മുൻ മന്ത്രി, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാർ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു മുൻ മന്ത്രി സിദ്ദിഖുള്ള ചൗധരി, ആ സിദ്ദിഖുള്ള ചൗധരിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു സമരം ആഹ്വാനം ചെയ്യപ്പെട്ടത്. കൊൽക്കത്ത വിമാനത്താവളത്തിനകത്ത് ഒരു മോസ്കുണ്ട്. അതായത് വിമാനത്താവള കോമ്പൗണ്ടിൽ റൺവേയോട് ചേർന്ന്, റൺവേയിൽ നിന്നും ഏതാണ്ട് വെറും 100-150 മീറ്റർ അകലെ മാത്രമേ ഈ ഒരു മോസ്കിനുള്ളൂ. അങ്ങനെ ഒരു മോസ്ക് അവിടെയുണ്ട്. ലോകത്തൊരു വിമാനത്താവളത്തിലും റൺവേയോട് ചേർന്നൊരു മോസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയം, സിവിലിയന്മാർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു കെട്ടിടം, ഇതൊന്നും ഉണ്ടാവുക ഒരു കാരണവശാലും അംഗീകരിക്കുന്ന കാര്യമല്ല. വിമാനത്താവളത്തിനും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും വിമാന സർവീസുകൾക്കുമെല്ലാം ഭീഷണിയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൻ്റെ റൺവേക്കരികിലുള്ള ഈ മോസ്ക് സുരക്ഷാ ഭീഷണി ഉയർത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അന്താരാഷ്ട്ര തലത്തിൽ കൊൽക്കത്ത വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ റേറ്റിംഗ് പോലും ഇത് കാരണം ഇടിഞ്ഞുതാണു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുകളോട് ഈ മോസ്ക് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം കത്തെഴുതുന്നുണ്ട്. എന്നാൽ ഏതാണ്ട് 30-34 വർഷം സംസ്ഥാനം ഭരിച്ച CPM-നോ അതുപോലെ തന്നെ 15 വർഷക്കാലം സംസ്ഥാനം ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനോ ഈ മോസ്ക് അവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ധൈര്യം ഉണ്ടായില്ല. കാരണം അവരുടെ വോട്ട് ബാങ്ക് ശിഥിലമായി പോകും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ BJP അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മോസ്ക് അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തു. അതായത് വിമാനത്താവളത്തിൻ്റെയും വിമാനങ്ങളുടെയും വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുടെയും സുരക്ഷ അതീവ പ്രധാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ സുരക്ഷ പോലും അപകടത്തിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ മോസ്കിലെത്തുന്ന ഭക്തർ അല്ലെങ്കിൽ മോസ്കിലെത്തുന്ന വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിമാനം റാഞ്ചുന്നവർക്ക് പോലും ഈ റൺവേക്ക് തൊട്ടടുത്ത് വരെ എത്താൻ കഴിയും എന്നുള്ള ഒരു വലിയ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ ന്യൂനത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയായ ഒരു കെട്ടിടമാണത് എന്ന് ആണ് എല്ലാവരും വിലയിരുത്തിയത്. ആ കെട്ടിടം അവിടെ നിന്ന് മാറ്റാനായിട്ട് മോസ്കിൻ്റെ ബന്ധപ്പെട്ട ചുമതലക്കാരുമായിട്ടും അതുപോലെ തന്നെ വിമാനത്താവള അധികൃതരുമായിട്ടും കൽക്കത്ത ജില്ലാ ഭരണകൂടവുമായിട്ടും അവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനുമായിട്ടുമൊക്കെ സർക്കാർ ചർച്ച നടത്തുന്നു. BJP അധികാരത്തിൽ വന്നതുകൊണ്ട് മോസ്ക് വെറുതെ അങ്ങ് പൊളിച്ച് കളയുന്നതൊന്നുമല്ല. സർക്കാർ നിയമത്തിൻ്റെ വഴിക്ക് ഈ പറയുന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തി മോസ്ക് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ അവിടുത്തെ മോസ്ക് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ആ പള്ളിയുടെ മസ്ജിദ് കമ്മിറ്റിക്ക് യാതൊരു തടസ്സവുമില്ല. അവർ അതിന് സമ്മതിച്ചു. ഉദ്യോഗസ്ഥർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തു. പക്ഷേ അപ്പോഴാണ് പുറത്തു നിന്നുള്ള ചില സംഘടനകളുടെ ഇടപെടലുണ്ടായത്. അത് നേരത്തെ തന്നെ സംശയിക്കപ്പെട്ടിരുന്നതാണ്. ഇത് പ്രതിപക്ഷം ആയ തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ അവിടെയുള്ള മുസ്ലിം സംഘടനകൾ ഇത് ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് ഇതൊരു വലിയ പ്രശ്നമായി മാറ്റുന്നതും വലിയൊരു നമാസ് പരിപാടി അവിടെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമാസിലൂടെ പ്രതിഷേധിക്കുക എന്ന ഒരു മതപരമായ ആൾക്കൂട്ടം വിമാനത്താവളത്തിനും പുറത്തുണ്ടാക്കുക എന്നൊരു വലിയ സമരം ആഹ്വാനം ചെയ്തത്. എന്നാൽ ആ സമരത്തിനെതിരെ കർശനമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായിട്ടുള്ള നീക്കമല്ല. കൊൽക്കത്ത വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന വിമാനങ്ങളുടെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു വിമാനം ഹൈജാക്ക് ചെയ്യാൻ ഈ കെട്ടിടം വരെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് രാജ്യസുരക്ഷയെ മുൻനിർത്തി, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് മുന്നിൽ മറ്റൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുവേന്ദു അധികാരി സർക്കാർ ഈ മോസ്ക് ഏത് വിധേനയും പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു. പൊളിച്ചു മാറ്റുകയല്ല, അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള തീരുമാനമെടുക്കുന്നു. അതിനെതിരെ വിമാനത്താവളത്തിനടുത്ത് നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളും നിരോധിക്കുന്നു. ഈ പറയുന്ന നമാസ് പ്രതിഷേധത്തിന് അനുമതി നൽകുന്നില്ല. ഏറ്റവും ഒടുവിലായി ഈ നമാസ് പ്രതിഷേധം അത് ആഹ്വാനം ചെയ്തവർ തന്നെ പിൻവലിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. എന്തായാലും ഈ കൊൽക്കത്ത വിമാനത്താവളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 100-136 വർഷത്തോളം പഴക്കമുള്ള ഒരു
മസ്ജിദാണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്രയും കാലം അത് റൺവേക്ക് തൊട്ടരികിൽ വിമാനത്താവളത്തിന് അരികിൽ നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമാനത്താവള കോമ്പൗണ്ടിനകത്ത് വിമാനത്താവളത്തിൻ്റെ റൺവേക്ക് വെറും 100-150 മീറ്റർ അടുത്ത് മാത്രമാണ് ഈ മോസ്ക് നിലനിൽക്കുന്നത്. ഈ മോസ്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കെട്ടിടം അവിടെ നിലനിൽക്കുന്നതല്ല. അവിടെ പ്രാർത്ഥനകളും ആരാധനകളും അതുപോലെ തന്നെ മറ്റ് മതപരമായ ചടങ്ങുകളും എല്ലാം നടക്കുന്നുണ്ട് എന്നോർക്കണം. അതായത് വിമാനത്താവളത്തിൻ്റെ റൺവേക്ക് തൊട്ടടുത്ത് ഈ എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ഈ മോസ്കുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആളുകളെ വിമാനത്താവളത്തിൻ്റെ ഗേറ്റ് നമ്പർ 7 വഴി അകത്തേക്ക് കടത്തിവിടാറുണ്ട്. ഈ വെറും ആധാറും മറ്റും നൽകിക്കൊണ്ടാണ് ഇവരെ അകത്തേക്ക് കടത്തിവിടുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് മതപരമായ പ്രാധാന്യമുള്ള മറ്റ് ദിവസങ്ങളിലുമെല്ലാം നൂറുകണക്കിന് ആൾക്കാരെയാണ് ഈ മസ്ജിദിലേക്ക് വിമാനത്താവളത്തിൻ്റെ 7-ാം നമ്പർ ഗേറ്റ് വഴി കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ഭീഷണി ഈ വിമാനത്താവളം നേരിട്ടിരുന്നതാണ്. ഇങ്ങനെ ഒരു സുരക്ഷാ ഭീഷണിയുള്ള വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങാൻ വിദേശികളടക്കം ഭയപ്പെട്ടിരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിരന്തരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ബംഗാൾ സർക്കാരിനോട് ഇത് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഏറ്റവും ഒടുവിലായി BJP സർക്കാർ അത് ചെയ്യുന്നു. അവർ കൃത്യമായി ഈ ബന്ധപ്പെട്ടവരുടെ അനുമതിയൊക്കെ വാങ്ങിയ ശേഷമാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ കക്ഷികളും ചില മുസ്ലിം സംഘടനകളും ചേർന്ന് ബംഗാളിൽ നടത്തിയത്. പക്ഷേ അതിനെ സർക്കാർ വളരെ കൃത്യമായി തന്നെ അടിച്ചമർത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ പ്രതിഷേധം പലയിടങ്ങളിലും വ്യാപിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം നടത്താൻ സാധിക്കുമോ എന്ന് പല രാജ്യവിരുദ്ധ ശക്തികളും ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി പോലും മാറിയിട്ടുണ്ട്. കാരണം കൊൽക്കത്ത വിമാനത്താവളത്തിനകത്തെ ഈ മസ്ജിദിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല. ഗൗരിപൂർ ജമാ മസ്ജിദ് എന്നാണ് ആ മസ്ജിദിൻ്റെ പേര്. ബങ്കറ മസ്ജിദ് എന്നാണ് സാധാരണ രീതിയിൽ അവിടുത്തെ സാധാരണ ആളുകൾ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൗരിപൂർ മസ്ജിദ് അല്ലെങ്കിൽ ബങ്കറ മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? ബംഗ്ലാദേശിലാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് ബംഗ്ലാദേശിൽ ഏതാനും ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ മേൽ കുതിര കയറാനുള്ള മറ്റൊരു കാരണമായി അങ്ങനെയാണ് ഇതാ ഇന്ത്യയിൽ ഒരു പുരാതനമായ മോസ്ക് പൊളിച്ചു കളയാനായിട്ടുള്ള ശ്രമം നടത്തുന്നു അവിടുത്തെ BJP സർക്കാർ. അതുവരെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. BJP അധികാരത്തിൽ വന്നതോടുകൂടി മതന്യൂനപക്ഷങ്ങളുടെ വേട്ട ആരംഭിച്ചു. ഇതാ മോസ്ക് പൊളിച്ചു കളയാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ നരേറ്റീവ് ബംഗ്ലാദേശിൽ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഈ പ്രക്ഷോഭം ഏതെങ്കിലും രീതിയിൽ അക്രമാസക്തമാകണം, അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാൻ ഒരു കാരണമാകണം, ഇതിൻ്റെ പേരിൽ 5-6 ഹിന്ദുക്കളെ കൊല്ലണം. ഇതാണ് അവിടുത്തെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ ഈ റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നവർ നടത്തുന്നുണ്ട്. അവരെല്ലാം BJP സർക്കാരിനെതിരെയാണ് വലിയ മുദ്രാവാക്യം മുഴക്കുന്നത്. അതിനിടയിൽ ഒരു പ്രക്ഷോഭത്തിൽ കൊൽക്കത്തയിലെ MLA-ക്കെതിരെ വധഭീഷണി വരെ മുഴങ്ങിയിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവിടുത്തെ ഡംഡം നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ MLA ആണ് സൗരവ് സിക്ദാർ. ഈ സൗരവ് സിക്ദാറിനെ വധിക്കും എന്നാണ്. ഈ സൗരവ് സിക്ദാറിൻ്റെ അസംബ്ലി മണ്ഡലത്തിലാണ് ഈ പറയുന്ന എയർപോർട്ട് എല്ലാം ഉള്ളത്. കൊൽക്കത്ത നഗരത്തിലെ നോർത്ത് 24 പർഗാനാസ് എന്നറിയപ്പെടുന്ന ജില്ല, ആ ജില്ലയിലെ കണ്ണായ സ്ഥലത്ത് ഡംഡം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് ഉള്ളത്. ഡംഡം എയർപോർട്ട് എന്നാണ് പൊതുവെ അവിടെ അറിയപ്പെടുന്നത്. ഈ കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ആ വിമാനത്താവളത്തിൻ്റെ ഔദ്യോഗികമായ പേര്. ഈ വിമാനത്താവളത്തിലാണ് സുരക്ഷാ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്രയും കാലം പതിറ്റാണ്ടുകളായ മോസ്ക് അവിടെ ഉണ്ടായിരുന്നത്. ഒടുവിൽ പൊളിച്ചു മാറ്റുമ്പോൾ വധഭീഷണി വന്നിരിക്കുന്നത് അവിടുത്തെ ഈ വിമാനത്താവളം ഇരിക്കുന്ന സ്ഥലത്തെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ MLA-ക്കാണ്. അതും വേറൊരു വിദേശ രാജ്യത്തു നിന്നാണ് വധഭീഷണി പോലും വരുന്നത്. അത്രമാത്രം അതിരൂക്ഷമായി ഈ പ്രശ്നം മാറിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി പൊളിച്ചു മാറ്റുന്നതിനോട് മസ്ജിദ് കമ്മിറ്റിക്ക് അനുകൂല നിലപാടാണുള്ളത്. അവിടെ നിന്ന് പൊളിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് ഇത് പുനർനിർമ്മിക്കാൻ സർക്കാർ ഒരുക്കമാണ്. സുരക്ഷാപരമായ കാരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നടപടി. എന്നാൽ ഇതിനെ വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അതിനെതിരെ ജാഗ്രത കാട്ടണമെന്ന് BJP സർക്കാർ അല്ലെങ്കിൽ സുവേന്ദു അധികാരി എന്ന മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ കലാപമൊന്നും ഉണ്ടാകരുത് എന്ന നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. കേന്ദ്ര സേനയടക്കമുള്ള വലിയ കാവൽ ഈ വിമാനത്താവളത്തിന് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊൽക്കത്ത നഗരം മുഴുവൻ സുരക്ഷാ വലയത്തിലാണ്. പലയിടങ്ങളിലും 163 പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഭാരതീയ ന്യായ സംഹിത
ഇതനുസരിച്ച് ക്രൗഡ് അല്ലെങ്കിൽ അക്രമം ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് പര്യാപ്തമായ ഒരു നിയമമാണ്. അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതനുസരിച്ച് 2-ൽ കൂടുതൽ ആളുകൾക്ക് കൂട്ടം കൂടി നിൽക്കാനോ സമ്മേളനങ്ങൾ വിളിക്കാനോ ഒന്നും സാധിക്കില്ല. എന്തായാലും കൽക്കത്ത നഗരം അതീവ ജാഗ്രതയിലാണ്. ഈ മോസ്ക് പൊളിച്ചു മാറ്റുന്നത് മുതലെടുക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് പോലും ഇതിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ അവിടുത്തെ സ്ഥലം MLAക്ക് പോലും വിദേശത്ത് നിന്ന് വധഭീഷണിയുണ്ട്. എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി.